റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ്. ബി.ജെ.പിക്ക് പാലക്കാട് നഗരസഭാ ഭരണം നഷ്ടമാകാൻ സാധ്യത. ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭിന്നതയാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ പാർട്ടി ജില്ലാ അധ്യക്ഷനാക്കാനുള്ള തീരുമാനമാണ് മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ടാക്കിയിരിക്കുന്നത്. ദേശീയ കൌൺസിൽ അംഗം ഉൾപ്പെടെ 6ഓളം പേർ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. 6 കൌൺസിലർമാരും രാജിവെച്ചേക്കും. രാജിക്കൊരുങ്ങുന്ന കൌൺസിലർമാർ കോൺഗ്രസിൽ ചേർന്നേക്കുമെന്ന സൂചനയുണ്ട്. സന്ദീപ് വാര്യർ മുഖേന ചർച്ച നടന്നുവെന്ന് വിവരമുണ്ട്. കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പാലക്കാട് യാക്കരയിൽ യോഗം ചേരുകയാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, വലിയ ഡെവലപ്മെന്റാണ് ബി.ജെ.പിയെ സംബന്ധിച്ച്. ബി.ജെ.പിയുടെ ഏറ്റവും ശക്തി പാലക്കാട് ജില്ലയിൽ. അതിന് കാരണം ആ നഗരസഭാ ഭരണം എന്നുള്ളതാണ്. ആ ഭരണം നഷ്ടമാകുന്നതിലേക്ക് ജില്ലാ നേതൃത്വ തെരഞ്ഞെടുപ്പ് ഇടയാക്കുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സ്മൃതി, ബി.ജെ.പിക്ക് കേരളത്തിൽ തന്നെ ആദ്യമായി ഒരു നഗരസഭാ ഭരണം കിട്ടുന്നത് പാലക്കാടാണ്. അതവർ ഇത്തവണ നടന്ന ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തുടരുകയും ചെയ്തു. 2 തവണ തുടർച്ചയായി ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട്. ഇപ്പോൾ ആ നഗരസഭാ ഭരണം ഉൾപ്പെടെ ബി.ജെ.പിക്ക് നഷ്ടമാവാനുള്ള സാധ്യതയാണ് ഈ ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടക്കുന്നത്. യുവമോർച്ചയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവനെ നിലവിൽ ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനാക്കാനുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും നടക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിഭാഗം ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിടാനും അതുപോലെ തന്നെ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാനുള്ള സാധ്യതയും ഇപ്പോൾ മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വലിയ വോട്ടുകൾ നേടി വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നോമിനിയായിട്ടുള്ള പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നു. ഇത് തീർത്തും തെറ്റാണ്. സംഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. സംഘടനാ ചട്ടങ്ങൾ അട്ടിമറിച്ചുകൊണ്ടാണ് പ്രശാന്ത് ശിവനെ ഇത്തരത്തിൽ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനാക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബി.ജെ.പിക്കകത്തെ പാലക്കാട് ജില്ലയിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടി വിടാനും അതുപോലെ തന്നെ നഗരസഭയിലെ കൗൺസിലർ സ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജിവെക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരൻ, അതിനോടൊപ്പം തന്നെ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ്, അതിനോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായിട്ടുള്ള സ്മിതേഷും സാബുവും അതുപോലെ തന്നെ മുതിർന്ന ബി.ജെ.പിയുടെ അംഗങ്ങളായിട്ടുള്ള ശിവരാജൻ, ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ ഈ ഒരു കടുത്ത അതൃപ്തിയിൽ, ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതൃപ്തിയിൽ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിലവിൽ ഈ അതൃപ്തരുടെ നേതൃത്വത്തിൽ പാലക്കാട് യാക്കരയിൽ വെച്ച് ഒരു യോഗം ചേരുകയാണ്. ഈ യോഗത്തിൽ പാലക്കാട് ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള ബി.ജെ.പിയുടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ഇവരെല്ലാം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ അവരുടെ അതൃപ്തി അറിയിക്കും എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇക്ബാൽ, എത്ര പേരാണ് രാജ്യസന്നദ്ധത അറിയിക്കുന്നത്? ഇപ്പോൾ 6 പേരുടെ പേര് കേൾക്കുന്നു. 6 പേർ പോയാൽ നഗരസഭ വീഴുമോ, ഭരണം വീഴുമോ? അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ സന്ദീപ് വാര്യരുടെ റോൾ എത്രത്തോളം ശക്തമാണ്? സന്ദീപ് വാര്യർ നടത്തുന്ന ചർച്ചയിൽ ഈ കൗൺസിലർമാരെല്ലാം കോൺഗ്രസിലേക്ക് നീങ്ങും എന്നുള്ള വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? സ്മൃതി, അതായത് നിലവിൽ പാലക്കാട് നഗരസഭയിൽ 52 കൗൺസിലർമാരിൽ 28 കൗൺസിലർമാരും ബി.ജെ.പിയുടേതാണ്. 16 കൗൺസിലർമാരാണ് യു.ഡി.എഫിൻ്റേത്. ഒരു വെൽഫെയർ പാർട്ടിക്ക് ഒരു കൗൺസിലറുണ്ട്. അതിനോടൊപ്പം തന്നെ 7 പേർ CPM അംഗങ്ങളാണ്. ബി.ജെ.പിയിൽ നിന്നും 6 പേർ രാജിവെച്ചാൽ 22 അംഗങ്ങളായി ബി.ജെ.പി കുറയും. CPM-ഉം യു.ഡി.എഫും ഒരുമിച്ച് നിന്നാൽ തന്നെ, അതിനോടൊപ്പം വെൽഫെയർ പാർട്ടിയും കൂടി ഒരുമിച്ച് നിന്നാൽ 24 അംഗങ്ങൾ അവർക്കുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഒരു സഖ്യമായി അല്ലെങ്കിൽ ഒരു മുന്നണിയായി നിന്നുകൊണ്ട് ബി.ജെ.പിക്കെതിരെ അവർ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിക്ക് ഭരണം നഷ്ടമാകും. ബി.ജെ.പിയുടെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഈ ബി.ജെ.പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് രാജിവെക്കാനുള്ള ഒരു നിലപാട് അറിയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ രാജ്യസന്നദ്ധ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അത്തരത്തിലൊരു ചെയർപേഴ്സൺ ആവശ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ കൃത്യമായി തന്നെ യു.ഡി.എഫും CPM-ഉം വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് നിന്നാൽ അത് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കും. ബി.ജെ.പിയുടെ ചെയർമാൻ സ്ഥാനം അതുപോലെ തന്നെ വൈസ് ചെയർമാൻ സ്ഥാനം അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉൾപ്പെടെ അങ്ങനെയാണെങ്കിൽ ഉണ്ടാവും. മാത്രമല്ല, ഈ രാജിവെച്ചുള്ള കൗൺസിലർമാർ നിലവിൽ സന്ദീപ് വാര്യറുമായി ചർച്ച നടത്തിയെന്ന രീതിയിലുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചയെല്ലാം വിജയകരമായി നടക്കുകയാണെങ്കിൽ രാജിവെച്ച കൗൺസിലർമാർ കോൺഗ്രസിലേക്ക് ചേക്കേറും. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിക്ക് പാലക്കാട് ജില്ലയിൽ വലിയ തിരിച്ചടിയാവും. കാരണം സംസ്ഥാനത്ത് തന്നെ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളൊരു മേഖലയാണ് പാലക്കാട്. അവിടെ തന്നെ ഈ പാലക്കാട് നഗരസഭാ ഭരണം ഉള്ളതുകൊണ്ടാണ് ഈ പാലക്കാട് അതായത് പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ബി.ജെ.പിക്ക് വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ ഉൾപ്പെടെ സാധിക്കുന്നത്. ആ ഭരണം നഷ്ടമാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ എത്തിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അതായത്
കൃത്യമായി തന്നെ ചട്ടങ്ങളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഈ ചട്ടങ്ങളെല്ലാം മറികടന്നുകൊണ്ട് BJP വിഭാഗീയതയുടെ പാതയിലേക്ക് കടന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശാന്ത് ശിവനെ ഉൾപ്പെടെ ഈ ജില്ലാ അധ്യക്ഷനാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് ഇപ്പോൾ അതൃപ്തരുടെ യോഗം അല്ലെങ്കിൽ അതൃപ്തരുടെ വിഭാഗം ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്യുന്നത്. അതായത് കൃത്യമായി തന്നെ പ്രായപരിധിയുണ്ട്, അതുപോലെ തന്നെ സംഘടനയിൽ ഇത്ര കാലയളവിൽ പ്രവർത്തിക്കണമെന്ന രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ചട്ടങ്ങളുണ്ട്. ഈ ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കം അല്ലെങ്കിൽ തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഈ അതൃപ്തർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. BJPയുടെ ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ, അതിനോടൊപ്പം തന്നെ BJPയുടെ പാലക്കാട് നഗരസഭയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ രാജിക്ക് ഒരുങ്ങുന്നത്. പാർട്ടി ഈ നീക്കം, അതായത് പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിൽ നിന്നും പാർട്ടി പിന്നോട്ട് പോകണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ഇല്ലെങ്കിൽ കൃത്യമായി തന്നെ ഇന്ന് തന്നെ രാജി അറിയിക്കും, അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നുൾപ്പെടെ പറയുന്നു. ഇതിനിടയിലാണ് സന്ദീപ് വാര്യർ ഈ രാജിക്ക് ഒരുങ്ങുന്ന കൗൺസിലർമാരുമായി ചർച്ച നടത്തിയെന്നുള്ള രീതിയിലുള്ള സൂചനകൾ ഉൾപ്പെടെ പുറത്തു വരുന്നത്. UDF-ഉം LDF-ഉം അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് നിന്നാൽ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും എല്ലാം നേരിടുകയാണെങ്കിൽ തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ ആ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പും വിജയിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ BJPക്ക് വലിയ രീതിയിലൊരു തിരിച്ചടിയായിരിക്കും പാലക്കാട് ഉണ്ടാവാൻ പോകുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ സംഘടനാ ചട്ടങ്ങൾക്കനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ അതൃപ്തരുടെ യോഗം, അതൃപ്തരുടെ നേതാക്കൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് പാലക്കാട് യാക്കരയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് അതൃപ്തരുടെ യോഗം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ യോഗത്തിൽ ആരൊക്കെയുണ്ട്? പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളടക്കം ഈ അതൃപ്തരിൽ പെടുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ പ്രശാന്ത് ശിവൻ, ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് ആകാൻ പോകുന്ന പ്രശാന്ത് ശിവൻ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് വളരെ സജീവമായി ഉണ്ടായിരുന്ന യുവ നേതാവ് കൂടിയാണല്ലോ. പക്ഷെ അദ്ദേഹത്തിന് സ്വീകാര്യതയില്ല എന്ന് വേണ്ടി മനസ്സിലാക്കാൻ. സ്മൃതി, അതായത് പ്രശാന്ത് ശിവൻ പ്രായപരിധിയും അതുപോലെ തന്നെ ഈ സംഘടനാ പ്രവർത്തനവും കുറവാണ്, അതുകൊണ്ടാണ് തങ്ങൾ എതിർക്കുന്നതെന്നാണ് ഇപ്പോൾ അതൃപ്തർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ അതൃപ്തരുടെ യോഗത്തിൽ നിലവിൽ പങ്കെടുക്കുന്നത് BJPയുടെ സംസ്ഥാന ട്രഷറർ E കൃഷ്ണദാസ്, അതിനോടൊപ്പം തന്നെ BJPയുടെ ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ, അതിനോടൊപ്പം തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സൺ, വൈസ് ചെയർപേഴ്സൺ, അതിനോടൊപ്പം തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല യുവമോർച്ചയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്നത്. നൂറുകണക്കിന് പ്രവർത്തകർ ഇതിനോടകം തന്നെ ഈ യാക്രയിൽ വെച്ച് നടക്കുന്ന ഈ അതൃപ്തരുടെ യോഗം നടക്കുന്ന ഈ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ തങ്ങളുടെ അതൃപ്തി കൃത്യമായി തന്നെ സംഘടനയെ അറിയിക്കും, സംസ്ഥാന നേതൃത്വത്തെ ഉൾപ്പെടെ അറിയിക്കും. ഈ പ്രശാന്ത് ശിവനെ തന്നെ തങ്ങളുടെ എല്ലാം ഈ അതൃപ്തി മറികടന്നുകൊണ്ട് പ്രശാന്ത് ശിവനെ തന്നെ ജില്ലാ അധ്യക്ഷനാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ് ജില്ലയിലെ നേതാക്കൾ അല്ലെങ്കിൽ നേതൃത്വം സ്വീകരിക്കുന്നെങ്കിൽ കൃത്യമായി തന്നെ രാജിവെക്കും. നഗരസഭയിലെ കൗൺസിലർ സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കും. അതിനുശേഷം സംഘടനയിലുള്ള സ്ഥാനങ്ങൾ ഉൾപ്പെടെ രാജിവെക്കാനുള്ള നീക്കങ്ങൾ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഏതായാലും കൃത്യമായി തന്നെ നിലവിൽ തങ്ങളുടെ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട്. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ തങ്ങൾ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള ഈ രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിക്കാനുള്ള ഈ നീക്കവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം BJPയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് E കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ യോഗം പൂർത്തിയാകും. അതിനുശേഷം കൃത്യമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുമെന്നാണ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ വാർത്തയാണ്. പാലക്കാട് നഗരസഭ BJPക്ക് നഷ്ടമാകുന്നു.